ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു ഫിഷ് മോളി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫിഷ് മോളി അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് കറിവേപ്പില ഒന്ന് പയ്യെ മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ഉപ്പും കൂടെയും ചേർത്ത് 1 മണിക്കൂർ മുന്നേ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എണ്ണയിലിട്ട് ജസ്റ്റ് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മീനൊന്നും പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ മീൻ അത്യാവശ്യം നല്ല ദശയ്ക്ക് കട്ടിയുള്ള മീൻ നോക്കിയെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങ് പൊടിഞ്ഞു പോവില്ല. ഇതിപ്പോൾ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കരിമീൻ നല്ലതാണ്, കിങ് ഫിഷ് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള തിലോപ്പി നല്ലതാണ്. പക്ഷേ തിലോപ്പി കരിമീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചതൊന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫിഷ് മോളി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ 2 സൈഡും ഏകദേശം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഞാൻ ഈ സെയിം ഓയിലിൽ തന്നെയാണ് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കുന്നത്. ആദ്യം തന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പയ്യെ ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി അരിഞ്ഞത് ഞാൻ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് ഈ സവാള നമുക്ക് എണ്ണയിലിട്ട് വഴറ്റി നമുക്ക് റെഡിയാക്കി എടുക്കണം. സവാള ഒന്ന് ജസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കറിയിലേക്ക് മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എരിവിനായിട്ട് നമ്മൾ പച്ചമുളകും അതുപോലെ കുരുമുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളകും കുരുമുളകും നമ്മൾ ചേർത്ത് കൊടുക്കുക. എത്രമാത്രം എരിവാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മളുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് എണ്ണയിലിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ് ഞാനിതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിതിലേക്ക് 2ാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2ാം പാല് തിളച്ചൊന്ന് വറ്റി വരുന്ന ടൈമിൽ വേണം നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനായിട്ട് ഞാനിപ്പോൾ വിനീഗറാണ് യൂസ് ചെയ്തേക്കുന്നത്. 1 ടീസ്പൂണ് വിനീഗർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നാരങ്ങാനീര് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ കറിക്കകത്തൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ കുടംപുളി വേണമെങ്കിൽ കുടംപുളിയാണെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പുളിയും ഉപ്പും എല്ലാം പാകത്തിനാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി ഉപ്പും പാകമാണോന്ന് നമ്മൾ നോക്കണം. കാരണം മീൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും എല്ലാം നന്നായിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. എന്നിട്ട് മീനും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് കുറച്ച് നേരം ഈ മീൻ ഈ തേങ്ങാപ്പാലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മൾ 2ാം പാല് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഈ 2ാം പാലിൽ കിടന്ന് ഈ മീനും അതുപോലെ പാലും ഒന്ന് ജസ്റ്റ് അതൊന്ന് വറ്റി വരണം. അപ്പോഴാണ് ഈ നമ്മളുടെ ഗ്രേവിയിലേക്ക് മീനിൻ്റെ ടേസ്റ്റും അതുപോലെ മീനിലേക്ക് ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ടേസ്റ്റും നന്നായിട്ട് പിടിച്ചു വരുന്നുള്ളൂ.
ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ടൊമാറ്റോയാണ്. ടൊമാറ്റോ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് ഒന്നാം പാൽ ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫിഷ് മോളിക്കകത്ത് ടൊമാറ്റോ നമ്മളങ്ങ് വെന്തങ്ങ് കുഴഞ്ഞൊന്നും പോവരുത്. ടൊമാറ്റോ ഇതുപോലെ തന്നെ കിടക്കുകയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ശേഷം നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഒന്നാം പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യുകയൊന്നും ചെയ്യരുത്. ജസ്റ്റ് നമ്മളുടെ ആ പാനിലൊന്ന് ജസ്റ്റ് ചുറ്റിച്ച് കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി. പ്രത്യേകിച്ച് അത് കരിമീനും അതുപോലെ തന്നെ തിലോപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് പൊടിഞ്ഞു പോവും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അതങ്ങ് തിളച്ച് കഴിഞ്ഞാൽ മതി. തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫിഷ് മോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് പാലപ്പമാണ്. പാലപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മീനൊക്കെ കഴിക്കില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു കറിയാണ്. പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക്